അപ്പോൾ ഇത് നമ്മുടെ സെൻട്രൽ ബാറിൻ്റെ അടുത്തുള്ള അവിടെ മണ്ണ് കൊണ്ടിട്ടിട്ട് കുറേ ദിവസമായി ഈ പറഞ്ഞ പോലെയുള്ള എക്യുപ്മെൻറ്റ്സ് ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അതായത് ടൂൾസ് ഒക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. പക്ഷേ ഒരു രീതിയിലും പണി നടന്നതായിട്ടോ പണിക്കാർ വരുന്നതായിട്ടോ കാണുന്നില്ല. ഇത് ഇങ്ങനെ തന്നെ എടുക്കുകയാണ്. ഭാഗങ്ങളോളം റോഡ് എടുത്തിട്ട് പലവട്ടം ആക്സിഡൻ്റ് ആയിട്ടുള്ള പ്ലേസ്. ഇനിയിപ്പോൾ അപ്പുറത്തേക്ക് പോകുമ്പോഴത് കാണിച്ചു തരാം. നമ്മുടെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള കേരള വാട്ടർ അതോറിറ്റിയുടെ തൊട്ടപ്പുറത്തായിട്ടാണ് ഇത് എടുക്കുന്നത്. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാൽഭാഗത്തിൽ കൂടുതൽ, അതായത് ആൾക്കാർക്ക് പകുതിയിൽ കൂടുതൽ റോഡ് എടുത്തിട്ട് വേണം ഈ റോഡിൽ കൂടെ സഞ്ചരിക്കാനായിട്ട്. ഇതുപോലെ തടസ്സം നിർത്തിയിരിക്കുകയാണ്. അതായത് ആക്സിഡൻറ്റ് ഉണ്ടാവുന്ന രീതിയിൽ അവിടെ തന്നെ ഒരു 4-5 ആക്സിഡൻറ്റോളം നടന്നു കഴിഞ്ഞു. ഇവിടെ ഇതേപോലെ തന്നെ നെയിം ബോർഡ് വെച്ചിട്ട്, അതായത് ഫ്രണ്ടിലൊരു വണ്ടി വന്നിട്ട് ഇങ്ങോട്ട് തിരിയുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആക്സിഡൻറ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അവിടെ 4 ആക്സിഡൻറ്റ്സോളം കഴിഞ്ഞു. ഇവിടെ ആക്സിഡൻറ്റ്സ് ഉണ്ടാവുന്ന രീതിയിൽ തന്നെ ഈ പറയുന്ന പണിയായുധങ്ങളും കാര്യങ്ങളും മെഷീൻസും കാൽഭാഗത്തിൽ കൂടുതൽ റോഡ് എടുത്തിട്ട് നിയമം തെറ്റിച്ച് ജനങ്ങൾക്ക് തന്നെ വണ്ടി ഓടിക്കേണ്ട ഗതികേടിലാണുള്ളത്. റോഡ് പണി പ്രോപ്പറായിട്ട് നടത്താത്തതുകൊണ്ടും വേഗതയിൽ നടത്താത്തതുകൊണ്ടും പിന്നെ ഓരോ പൈപ്പ് കണക്ഷനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഈ പറയുന്ന റോഡുകൾ കുത്തിക്കുഴിക്കുമ്പോൾ അതിൻ്റെ ആ റോഡുകളിൽ ഉണ്ടാകുന്ന പരിക്കുകൾ പരിഹരിക്കാനും ഇവിടെ തയ്യാറില്ല. ജനങ്ങൾ ചോദ്യം ചെയ്യാത്തോടത്തോളം നിരന്തരമായി ദുരന്തങ്ങൾ ഫേസ് ചെയ്യാൻ ജനങ്ങൾ നിർബന്ധിതരാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ.